ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വ്ളോഗ് ബറാത്ത് നോമ്പിൻ്റെ വ്ളോഗാണ് കേട്ടോ. അന്നത്തെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങൾ. എനിക്കും ഉമ്മാക്കും മാത്രമേ നോമ്പുള്ളൂ, ചെറിയ മക്കളൊന്നും നോറ്റിട്ടില്ല. അപ്പം ഇന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്നുണ്ട്. അതിലേക്ക് ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത്. കറി ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ ഞാൻ. അതിനിടയിൽ നാത്തൂനും മക്കളും വന്നിട്ടുണ്ടായിരുന്നു. അവർക്കും നോമ്പുണ്ടെന്ന് പറഞ്ഞപ്പം എന്നാൽ ഇന്ന് നോമ്പ് തുറന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അവരുടെ വീട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. അങ്ങനെ അവരോടൊക്കെ സംസാരിച്ച് പണിയെടുക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. ഒരടുപ്പിൽ ഞാൻ ബീഫ് കറി വെച്ചിട്ടുണ്ട്. ഇനി അതവിടെ കിടന്നങ്ങനെ വേവട്ടെ. ഇനി മറ്റേ അടുപ്പിലും കൂടെ തീ മൂട്ടണം. അതിൽ വേണം തേങ്ങാച്ചോറ് വെക്കാൻ. അരിയൊക്കെ കഴുകി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലേക്ക് തേങ്ങയും ചെറിയുള്ളിയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി ലേശം ഉലുവയും ഉപ്പും കൂടെ ഇട്ടിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കണം. നോമ്പ് തുറക്കുമ്പോഴും അതുപോലെ രാത്രിയിൽ ആർക്കെങ്കിലും ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിലും അതിനൊക്കെ വേണ്ടിയിട്ടുള്ള അരി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുക്കറിൽ അത് കൊള്ളൂല, അതുകൊണ്ടാണ് അടുപ്പിൽ വെക്കുന്നത്. കുക്കറിലാണെങ്കിൽ തേങ്ങാച്ചോറ് ഇതാ എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്നാവും കേട്ടോ. അവിടെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വേവിക്കാൻ വെച്ചിട്ട് ആ ഒരു ടൈമിൽ ഞാൻ അതൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് നിന്നു. ഇന്ന് പ്രത്യേകിച്ച് എണ്ണക്കടികളൊന്നും ഉണ്ടാക്കുന്നില്ല. നമ്മുടെ സാധാരണ നോമ്പിന് ഈ ഒരു ടൈമൊക്കെ ആകുമ്പം എണ്ണക്കടിയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കായിരിക്കും. അതൊന്നും ഇന്ന് ഉണ്ടാക്കുന്നില്ല കേട്ടോ, മക്കൾക്കൊന്നും നോമ്പില്ലല്ലോ. ഇന്ന് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നമ്മുടെ ലിയക്കുട്ടി വല്ലാതെ കുറുമ്പ് കാണിക്കുന്നുണ്ട്. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകിയതിന് ശേഷം കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ആക്കി വെക്കുന്നുണ്ട്. ഇതിനിടയിൽ ചെറിയ വത്തക്കയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ തണ്ണിമത്തൻ കുറച്ച് പൊറാട്ടയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് വൈകുന്നേരത്തിന് പൊറാട്ടയായി നമ്മുടെ തേങ്ങാച്ചോറും ഉണ്ടാവും കേട്ടോ. അപ്പം വത്തക്ക കണ്ടപ്പം നമ്മുടെ ലിയമോക്ക് ഒരു പൊട്ട് വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് മുറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെറിയ. അങ്ങനെ അവൾക്ക് ചെറിയൊരു കഷ്ണം അതിൽ നിന്ന് എടുത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ബാക്കിയുള്ളതും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് പറഞ്ഞിട്ട് ചെറിയ തന്നെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വത്തക്ക മുറിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ലേശം നാരങ്ങ വെള്ളം കൂടെ കലക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. എന്നാൽ ആ ഒരു ടൈമിൽ അത് അവിടെ നിന്ന് എടുത്ത് കുടിച്ചാൽ മതിയല്ലോ. അതിനിടയിൽ നമ്മുടെ തേങ്ങാച്ചോറുമായിട്ടുണ്ട്. പിന്നീട് മഗ്‌രിബാങ്കൊക്കെ കൊടുക്കാനായപ്പോൾ ഞാൻ ടേബിൾ മൊക്കെ എല്ലാം എടുത്ത് വെച്ചിട്ടോ. അധികം സാധനങ്ങളൊന്നും എല്ലാം എടുത്ത് വെക്കാൻ ഉള്ളത് കൊണ്ട് ഓണം പോലെ. അങ്ങനെ മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പൊറാട്ടയും തേങ്ങാച്ചോറും അതിലേക്കുള്ള കറിയൊക്കെ എടുത്ത് വെക്കുന്ന തിരക്കിലാണ് ഞാൻ. പകൽ നോമ്പ് നോറ്റ് നിൽക്കുന്ന ആ ഒരു ടൈമിൽ എന്ത് കിട്ടിയാലും വൈകുന്നേരം വയറ് നിറയെ കഴിക്കണം എന്ന് വിചാരിക്കും. പക്ഷേ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഒന്നും കഴിക്കാൻ കഴിയൂല കേട്ടോ. വെള്ളം കൂടിയൊക്കെ കഴിഞ്ഞ് ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കുമ്പോഴേക്ക് തന്നെ വയറ് ഫുള്ളായിട്ടുണ്ടാവും. അങ്ങനെ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്ത് ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക്